ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, പല സന്ദർഭത്തിലും ബ്രിട്ടീഷ് ഇന്ത്യയിൽ എന്താണോ സംഭവിച്ചത് അതിനേക്കാൾ മോശമായ സാഹചര്യത്തിൽ പലപ്പോഴും ഇന്ത്യയിലെ ചില മതവിഭാഗങ്ങൾ കടന്നു പോകുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വിഭജിക്കുന്ന സമയത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരുപാട് മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോയി. കാരണം അവർക്കായിരുന്നു ഒരു മുസ്ലിം രാഷ്ട്രം അനിവാര്യമായി വേണ്ടിയിരുന്നത്. അവർക്ക് മതപരമായി ഭിന്നിക്കണം, ഒരുമിച്ച് നിൽക്കണം എന്ന് തോന്നി. ഇതര മതവിഭാഗങ്ങളുടെ കൾച്ചറുമായി, അവരുടെ വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും ആരാധനകളുമായി യോജിച്ചു പോകാൻ അവർക്ക് ഒരു പൊരുത്തക്കേടുകൾ ഉണ്ടായി. അങ്ങനെയാണ് അവർക്ക് വിഭജിച്ച് പോകണം എന്ന ഒരു ആഗ്രഹം ഉണ്ടായത്. ശരി, അങ്ങനെയാണെങ്കിൽ പിന്നെ പോകട്ടെ എന്ന് ആദ്യകാലത്ത് നമ്മുടെ രാജ്യത്തിന്റെ അമരക്കാരും ചിന്തിച്ചു. അവരെ ആ രൂപത്തിൽ ഭാഗം വാങ്ങി ഒഴിവാക്കി വിട്ടത് എത്രയോ നന്നായി എന്ന് പിൽക്കാലത്ത് ഓരോ ഇന്ത്യക്കാരനും തോന്നി. ദേശീയതയോടടുത്ത് നിൽക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ഓരോരുത്തരും മാറി ചിന്തിക്കാൻ സന്നദ്ധരായി. കാരണം അത്രയ്ക്കായിരുന്നു പാകിസ്ഥാനിന്റെ ദുരവസ്ഥ. മതത്തിന്റെ പേരിൽ പാകിസ്ഥാനിൽ നമസ്കരിച്ചുകൊണ്ട് നിൽക്കുന്ന പള്ളിയുടെ ഫ്രണ്ട് സഫ് ഒന്നാമത്തെ വരിയിൽ നമസ്കരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പോലീസ് വേഷധാരിയായ ഒരു യുവാവ് നമസ്കാരം പകുതിയിലെത്തുമ്പോൾ ചിന്നിച്ചിതറുന്നു. ആ മസ്ജിദിന്റെ, ആ പള്ളിയുടെ ആ റൂം, ആ കോൺക്രീറ്റ് കെട്ടിടം ഒന്നാകെ തകർന്നടിഞ്ഞു വീഴുന്നു. ശത്രുക്കൾക്കെതിരെയാണോ ഇവര് ചെയ്തത്? ആരാ മരിച്ചു വീണത്? മുസ്ലിങ്ങളല്ലേ, നമസ്കരിച്ചുകൊണ്ട് നിന്ന ആളുകളല്ലേ. അപ്പൊ ഇവർക്ക് ശത്രുക്കൾ ഇല്ലെങ്കിൽ ഇവർക്ക് നിലനിൽപ്പില്ല. ഒന്ന്. രണ്ട്, ഇവർ പരസ്പരം തന്നെ ശത്രുവായി കണ്ട് പോരാടാൻ തുടങ്ങും. അതാണ് പ്രവാചകന്റെ കാലം മുതൽ നമ്മൾ കണ്ടുവരുന്നത്. ഇന്നും അത് തന്നെ ആവർത്തിക്കപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ കുറെ ആളുകൾ പാകിസ്ഥാനിലേക്ക് പോകുന്നു. ആ പാകിസ്ഥാനിലേക്ക് പോയ സമയത്ത് ആ പാകിസ്ഥാനിലേക്ക് പോയ മുസ്ലിങ്ങളുടെ ഭൂമി ഇവർ വഖഫ് ബോർഡിന് നൽകുന്നു. വഖഫ് ബോർഡ് മുസ്ലിം സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടന. പക്ഷെ പാകിസ്ഥാനിൽ നിന്നും കുറേയധികം ഹിന്ദുക്കൾ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. അവരുടെ ഭൂമി പാകിസ്ഥാൻ ഗവൺമെന്റ്, മത സർക്കാരാണ്, അവര് പാവങ്ങൾക്ക് പതിച്ചു നൽകി. പാവങ്ങളായിട്ടുള്ള മുസ്ലിങ്ങൾക്ക് പതിച്ചു നൽകി. പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്ന ഹിന്ദുക്കളുടെ ഭൂമി, അവിടെയും മുസ്ലിങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടിയും വളർച്ചയ്ക്ക് വേണ്ടിയും സൗകര്യത്തിന് വേണ്ടിയും പുരോഗതിക്ക് വേണ്ടിയുമാണ് പാകിസ്ഥാൻ സർക്കാർ പ്രവർത്തിച്ചത്. ഇവിടെ ഇന്ത്യയിലെ സർക്കാരും അതുപോലെ തന്നെ ഒരു വഖഫ് ബോർഡ് ഉണ്ടാക്കി. പിൽക്കാലത്ത്, അതായത് ഭാവിയിൽ ഇതുപോലെ ഒന്നുകൂടി രാജ്യത്തെ പിളർത്തുന്നതിന് വേണ്ടുന്ന കരുക്കൾ നീക്കാനുള്ള വഴി വെട്ടി തെളിച്ചെടുത്തു. അപ്പൊ അന്ന് പാകിസ്ഥാനിൽ നിന്നും കുടിയേറി വന്ന ഹിന്ദുക്കളിൽപ്പെട്ട ആളുകൾക്ക് ഇന്നും സംരക്ഷണമില്ലാതെ ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അതും യോഗിയുടെ നാട്ടിലാണ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? അതിനൊക്കെ ഇപ്പോൾ യോഗി ഒരു പരിഹാരം കണ്ടപ്പോഴാണ് ഈ വാർത്ത തന്നെ പുറം ലോകം അറിയുന്നത്. നോക്കിക്കോ. ഉത്തർപ്രദേശിൽ നിന്ന് സുപ്രധാനമായിട്ടുള്ള ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരികയാണ്. 1947 ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം ഉണ്ടായപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് ധാരാളം ആൾക്കാർ ഇന്ത്യയിലേക്ക് കുടിയേറിയിരുന്നു. അതിൽ 10,000-ഓളം കുടുംബങ്ങൾ ഉത്തർപ്രദേശിലാണ് കുടിയേറിയിരുന്നത്. ഇവർക്ക് ഉത്തർപ്രദേശിൽ ഭൂമി ആ സമയത്ത് കൊടുത്തിരുന്നു എങ്കിലും ഈ ഭൂമിയിലുള്ള സമ്പൂർണ്ണ അവകാശം, അതായത് ഭൂ ഉടമസ്ഥാവകാശം ഇവർക്ക് കൊടുത്തിരുന്നില്ല എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഇവർക്ക് ധാരാളം ദുരിതം ഇവിടെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഭൂ ഉടമസ്ഥാവകാശം കൊടുക്കാൻ ഉള്ള ശ്രമങ്ങൾ തുടങ്ങി ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് സർക്കാർ എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വിഭജന സമയത്താണ് ഇന്ത്യയിൽ എത്തിയത് ഇവരിൽ ഭൂരിഭാഗം ആൾക്കാരും ഹിന്ദുക്കളും സിഖുകാരുമാണ് എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. ഇവർക്ക് കൈമാറ്റം ചെയ്യാവുന്ന ഭൂമിയുടെ ഉടമസ്ഥാവകാശം നൽകുന്ന കാര്യം സർക്കാർ ഇപ്പോൾ പരിഗണിക്കുകയാണ്. ഇതിന്റെ പേരിൽ ഇവർ ധാരാളം ദുരിതങ്ങൾ അനുഭവിക്കേണ്ടതായി വന്നിട്ടുണ്ട്. ഇവർ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ഞങ്ങൾക്ക് ഭൂ ഉടമസ്ഥാവകാശം വേണം. കാരണം ഭൂ ഉടമസ്ഥാവകാശം ഇല്ലാത്തത് കൊണ്ട് തന്നെ തങ്ങൾക്ക് ഈ സ്ഥലം അത് ബാങ്കിലേക്ക് കൊണ്ടുപോയി ഒരു ലോൺ എടുക്കാനോ തങ്ങൾക്ക് കൃഷി ചെയ്യാനോ അല്ലെങ്കിൽ തങ്ങൾക്ക് മറ്റ് ലോണുകൾ എടുത്ത് തങ്ങൾക്ക് യാതൊരുവിധ
ബിസിനസ് തുടങ്ങാനോ സാധിക്കുന്നില്ല. തങ്ങൾ ഇപ്പോഴും അധികൃതരായി തന്നെ കഴിയുകയാണ് എന്നാണ് ഉത്തർപ്രദേശിലേക്ക് വന്ന ഈ ഭൂരിഭാഗം ഹിന്ദുക്കളും സിഖുകാരും പറയുന്നത്. ഇവർക്ക് വേണ്ടി യോഗി ആദിത്യനാഥ് ഇപ്പോൾ ഇവരുടെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം കൊടുക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നു. മൊറാദാബാദ് കമ്മീഷൻ മൊറാദാബാദ് കമ്മീഷണർ ആഞ്ജനേയ കുമാർ സിംഗ് ആണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ച് ഇപ്പോൾ സർവേ നടത്തി വരികയാണ് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞു. ഇതിനോടകം തന്നെ ഈ പ്രാഥമിക റിപ്പോർട്ടിന് പ്രകാരവും പരിശോധന നടത്തി വരികയാണ്. ബന്ധപ്പെട്ട ജില്ലകളിൽ നിന്ന് വിശദമായ റിപ്പോർട്ട് തേടാനാണ് ഇപ്പോൾ യോഗി ആദിത്യനാഥ് സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള ഒരു തീരുമാനം എന്ന് പറയുന്നത്. 1947 1000-ഓളം കുടുംബങ്ങളാണ് ലഖീംപൂർ ഖേരി, റാംപൂർ. യോഗിക്ക് പ്രത്യേകിച്ച് ഖജനാവ് നിറയ്ക്കേണ്ട കാര്യമില്ല. 1. 2, അദ്ദേഹത്തിന്റെ പേഴ്സണൽ ബാങ്ക് ബാലൻസും അദ്ദേഹത്തിന് കോടികൾ ഉണ്ടാക്കണ്ട. കാരണം മക്കളില്ല, ഭാര്യയില്ല. സഹോദരങ്ങളാണെങ്കിൽ അധ്വാനിച്ച് ജീവിക്കുന്നവരാണ്. സഹോദരൻ ഒരു നാടിന്റെ, പ്രത്യേകിച്ച് ഏറ്റവും വലിയ സംസ്ഥാനമായ UP-യുടെ മുഖ്യമന്ത്രിയാണെന്ന് കരുതി അഹങ്കരിക്കുന്ന കുടുംബവുമല്ല. അവരധ്വാനിച്ച് ചെറിയ തോതിൽ ജീവിക്കാൻ ആഗ്രഹിക്കുകയും സഹോദരൻ രാജ്യത്തെ സേവിച്ച് കാവി വസ്ത്രധാരിയായി നഗ്നപാതനായി സ്വയം രാജ്യത്തിനു വേണ്ടി സ്വന്തത്തെ സമർപ്പിച്ച് ജീവിക്കുന്നതിൽ സന്തോഷത്തോടുകൂടി ആത്മനിർവൃതി അടയുന്ന കുടുംബവുമാണ് അദ്ദേഹത്തിൻ്റെത്. അതുകൊണ്ട് എന്തുണ്ടാക്കിയാലും ആ രാജ്യത്തിനു വേണ്ടി തന്നെയാണ്. അതുകൊണ്ടാണ് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ 10,000-ഓളം ആളുകൾ UP-യിലേക്ക് കുടിയേറി. അന്ന് പാകിസ്ഥാനിൽ നിന്ന്. ഇവിടെയാണ് നമ്മൾ മതപരമായി വിവേചനം അനുഭവിക്കുന്ന ആളുകൾക്ക് ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള 7ഓളം മതവിഭാഗങ്ങൾക്ക് പൗരത്വം നൽകുന്ന ബില്ലിനെ എന്തിനാണ് ഇസ്ലാം മത സംഘടനകൾ എതിർത്തത് എന്ന് മനസ്സിലാകുന്നത്. അവിടെ മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നില്ല ആ 7 വിഭാഗത്തിലും. കാരണം പാകിസ്ഥാൻ ഇസ്ലാമിക് കൺട്രിയാണ്, അഫ്ഗാനും അതെ, ബംഗ്ലാദേശും അതെ. അവിടെ എന്തായിരുന്നാലും മുസ്ലിങ്ങൾക്ക് മതത്തിന്റെ പേരിൽ ഒരു വിവേചനം അനുഭവിക്കേണ്ടി വരില്ലല്ലോ. മുസ്ലിങ്ങൾക്ക് ഒരു രൂപത്തിലും ഒരു പ്രയാസം ഉണ്ടാകേണ്ടി വരില്ല. പിന്നെ അവരെ ഇതിനകത്ത് ഉൾപ്പെടുത്തേണ്ട കാര്യവുമില്ലല്ലോ. എന്നാലും മുസ്ലിങ്ങളെ കൂടി ഉൾപ്പെടുത്താത്തത് കൊണ്ട് CAA അനുവദിക്കില്ല എന്നായിരുന്നു ഇവിടുത്തെ മുസ്ലിങ്ങൾ ഭയങ്കരമായ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത്. അപ്പൊ അന്ന് വന്ന 10,000-കണക്കിന് ആളുകൾക്ക് ഭൂമി നൽകിയെങ്കിലും വർഷം ഏതാണ്ട് 80-ഓടടുക്കുന്നു. എന്നിട്ട് പോലും അവർക്ക് സ്വന്തമായി ഭൂമി പതിച്ചു കിട്ടാത്തതിന്റെ പേരിൽ അവരൊരു പ്രതിഷേധം പോലും സംഘടിപ്പിച്ചിട്ടില്ല. പക്ഷേ പ്രജകളെ അറിഞ്ഞു ഭരിക്കണം. നമ്മൾ പടച്ചോനെയൊക്കെ വിമർശിക്കാൻ കാരണം എന്താണ്? പടച്ചോന്റെ സൃഷ്ടികളുടെ കൂടുതലും കുറവും കൃത്യമായി അറിഞ്ഞ് അവർക്കത് നൽകാൻ പര്യാപ്തനായിട്ടുള്ള ഒരു പടച്ചോനല്ല നമ്മളോടിങ്ങനെ തെണ്ടു എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് നമ്മളെ തെണ്ടിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പടച്ചോൻ. നിങ്ങൾ നെഞ്ചിലിടിച്ച് നിലവിളിച്ച് എന്നോട് ചോദിക്കും, ഞാൻ നൽകാമെന്ന് പറയുന്ന ഒരു എന്താണ്, സ്വയം പൊങ്ങിയും മറ്റുള്ളവരുടെ വേദനയിൽ സന്തോഷിക്കുന്ന ഒരു സാഡിസ്റ്റുമായിട്ടുള്ള ഒരു പടച്ചോനെ നമ്മൾ കാണുന്നത് കൊണ്ടാണ്. ഇവിടെ യോഗി ആദിത്യനാഥ് ജനങ്ങളുടെ കുറവും കൂടുതലും അവരുടെ ആവശ്യവും എന്താണ് എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരു ഭരണാധികാരിയായതുകൊണ്ട് അദ്ദേഹത്തിന് അതിന് കഴിയുന്നു. 10,000-കണക്കിന് ആളുകൾക്കും സ്വന്തമായി ഭൂമി പതിച്ചു നൽകാൻ യോഗി ഉത്തരവിടുകയാണ്. പീലിഭിത്ത് എന്നിവിടങ്ങളിൽ താമസമാക്കിയിരുന്നത്. ഈ താമസമാക്കിയ ആൾക്കാർക്ക് ഇവർക്ക് ഭൂമി നൽകിയിരുന്നു. പക്ഷേ ഭൂ ഉടമസ്ഥാവകാശം നൽകിയിരുന്നില്ല. ഭൂമിയിൽ നിന്ന് വായ്പ ലഭിക്കില്ല, ബാങ്കിൽ നിന്ന് ഭൂമി വിൽക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള ധാരാളം നൂലാമാലകൾ ഇവർക്ക് അനുഭവിക്കേണ്ടി വന്നു. വളരെ കാലമായി ഇവർ ഈ ഭൂ ഉടമസ്ഥാവകാശം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തു തന്നെയായിരുന്നാലും ഏത് ജില്ലയിൽ എത്ര ഭൂമിയുണ്ട് ഇവർക്ക് എന്ന് ഈ സമിതി പൂർണ്ണമായും പരിശോധിച്ച് വരികയാണ്. കൈമാറ്റം ചെയ്യാവുന്ന ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഇവർക്ക് നൽകാൻ കഴിയുന്നതിന്റെ ഒരു നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും യോഗിക്കറിയാം ഓരോ ആളുകൾക്കും എന്താണ് നൽകേണ്ടത്. പാത്രമറിഞ്ഞു വിളമ്പണം എന്ന തത്വം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ഒരു നേതാവിനു മാത്രമേ ജനങ്ങളെ ഈ രൂപത്തിൽ തൃപ്തകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. നന്ദി.